സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള പട്ടിക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈമാറി. KTU, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലെ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള പട്ടികയാണ് സർക്കാർ ഗവർണർക്ക് കൈമാറിയത്. ഓരോ സർവകലാശാലകളിലേക്കും 3 പേരുടെ പട്ടികയാണ് കൈമാറിയത്. അതേസമയം കേരള സർവകലാശാലയിൽ നടപടി കടുപ്പിക്കുകയാണ് വൈസ് ചാൻസലർ. കേരള സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലെ വൈസ് ചാൻസലർമാരുടെ പട്ടികയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഗവർണർക്ക് കൈമാറിയത്. ഓരോ സർവകലാശാലയിലും 3 പേരടങ്ങുന്ന വൈസ് ചാൻസലർമാരുടെ പട്ടിക തയ്യാറാക്കിയാണ് സർക്കാർ ഗവർണർക്ക് നൽകിയത്. ഇന്നലെ വൈകിട്ടോടെ തിടുക്കത്തിൽ പട്ടിക കൈമാറുകയായിരുന്നു. സാങ്കേതിക സർവകലാശാലയിൽ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻചാർജ് ഡോക്ടർ ജയപ്രകാശ്, ഡോക്ടർ A. പ്രവീൺ, ഡോക്ടർ R. സജീവ് എന്നിവർ ഉൾപ്പെടുന്നതാണ് പട്ടിക. ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് നേരത്തെ നൽകിയ അതേ പട്ടിക തന്നെയാണ് ഇത്തവണയും നൽകിയിട്ടുള്ളത്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ രാജ്ഭവൻ ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. അതേസമയം കേരള സർവകലാശാലയിൽ കടുത്ത നടപടികളുമായി വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ മുന്നോട്ട് പോവുകയാണ്. സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് VC വിലക്കി. വാഹനത്തിന്റെ താക്കോൽ വാങ്ങിയ ശേഷം ഗ്യാരേജിൽ പാർക്ക് ചെയ്യണം എന്ന സെക്യൂരിറ്റിമാർക്ക് നിർദ്ദേശം നൽകി. ജനം, തിരുവനന്തപുരം.